ക്യാൻസർ ഒരു ശാപമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്കത് ദൈവാനുഗ്രഹമല്ലേ എന്ന് പറഞ്ഞാണ് അവൾ ആ സംഭവം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ സ്വന്തം ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോകാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിൽ എത്തണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് എല്ലാ കാലത്തും അവൾ പറയുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ പുറത്തോട്ട് പോകണം, നിൽക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അന്നേരം അവൾ പറഞ്ഞത് എൻ്റെ ആൾ കരയരുത് എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏത് സംഭവങ്ങളും ദൈവത്തിലേക്ക്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ പോകുന്നതാണെങ്കിൽ അത് ബ്ലെസ്സിംഗ് ആണ്. ഒരു വീട്ടിൽ ക്യാൻസർ രോഗത്തിൽ വലയുന്ന ഒരാളുണ്ടെങ്കിൽ ആ കുടുംബം പിന്നീട് ഏറെ സഹനത്തിലൂടെയാവും കടന്നു പോവുക. ക്യാൻസറിനെ അനുഗ്രഹമാക്കി കാണാൻ ആർക്കും കഴിയില്ല എന്നതാണ് അതിന് കാരണം. പക്ഷേ ഇതൊരു വ്യത്യസ്ത ജീവിതകഥയാണ്. 44-ാം വയസ്സിൽ സ്തനാർബുദം, പിന്നീട് രോഗത്തെ അതിജീവിച്ചിട്ടും ഓവേറിയൻ ക്യാൻസർ ബാധിച്ച് 59-ാം വയസ്സിൽ മരണത്തെ പുൽകിയ പാല അൽഫോൻസ കോളേജ് രസതന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ലൂസി മാത്യുവിനെക്കുറിച്ച് ഭർത്താവ് ജോയ് തോമസ് പാറക്കുളങ്ങര പറയുന്നു, ക്യാൻസർ ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന്. ഭാര്യ എഴുതി തുടങ്ങിയ യെസ് വി ആർ ബ്ലെസ്ഡ് വിത്ത് ക്യാൻസർ എന്ന ഒരു പുസ്തകം ഭർത്താവ് എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 12 സഹോദരങ്ങൾ, 2 മക്കൾ, ഭർത്താവ്, കോളേജ് അധ്യാപക ജോലി. ഇങ്ങനെ ജീവിത നൗക സ്വച്ഛന്തമൊഴുകുമ്പോഴാണ് അർബുദം ഡോക്ടർ ലൂസിയെ ആക്രമിക്കുന്നത്. ഭാര്യയുടെയും അമ്മയുടെയും ചുമതലകൾ നിറവേറ്റാൻ വയ്യാത്ത അവസ്ഥ, ചികിത്സയ്ക്ക് ദുർവഹമായ ചെലവ്, രോഗത്തിൻ്റെ വേദനയും ദുരിതവും പുറമെ. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന് ദാർശനികരും മിസ്റ്റിക്കുകളും വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഡോക്ടർ ലൂസി എത്തി. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ കവിതയാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി. ആത്മാവിൻ്റെ വേദനാജനകമായ ശുദ്ധീകരണവും ദൈവവുമായുള്ള മിസ്റ്റിക് ഐക്യവും അതിൽ വിവരിക്കുന്നു. വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ അവസ്ഥയാണത്. എന്നാൽ സർവ്വനന്മകളുടെയും ഉറവിടമായ ദൈവം എന്തുകൊണ്ട് ഈ രോഗം വരാൻ അനുവദിച്ചു, എന്തുകൊണ്ട് ഞാൻ സഹിക്കേണ്ടി വരുന്നു എന്നീ ചിരപുരാതനമായ ചോദ്യങ്ങൾ ഡോക്ടർ ലൂസിയുടെ മനസ്സിലും ഉയർന്നു വന്നിരുന്നു. മാധ്യമപ്രവർത്തകനായ ഭർത്താവ് ജോയ് തോമസിൻ്റെ പ്രേരണയിൽ അക്കാലത്ത് സ്തനാർബുദത്തെപ്പറ്റി ഒരു പുസ്തകവും അവർ എഴുതിയിരുന്നു. പിന്നീട് മകളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ വേറൊരു ക്യാൻസർ ആക്രമിച്ചപ്പോൾ അനുഭവിച്ച വേദന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഡോക്ടർ ലൂസിയെ നിർബന്ധിതയാക്കി. ആ ഉത്തരങ്ങളിലൂടെ ജീവിതാന്ത്യത്തെ പോസിറ്റീവായി സമീപിച്ച ലൂസിയുടെ അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച ഒരു ആളുടെ അനുഭവക്കുറിപ്പുകൾ എന്നുള്ള നിലയിലാണ് ഇത് എഴുതി തുടങ്ങിയത്. അത് 2008, അതായത് ആദ്യത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ച് പുസ്തകം ഇറക്കി മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇടവിട്ട വല്ലപ്പോഴൊക്കെ ഇത് എഴുതും. ഇങ്ങനെ കുറച്ചൊക്കെ എഴുതി അവൾക്ക് തിരക്കുണ്ടായിരുന്നു. അവൾ PhD അന്നാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. കോളേജിലെ ജോലി ഉണ്ടായിരുന്നു, NCC ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കുറിച്ച് വെച്ചിരുന്നു. അന്നേരം ആദ്യത്തെ പുസ്തകം കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ ഇത് അനുഭവക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ 10 വർഷം ആവുന്നതിന് ഏതാനും മാസം മുമ്പ് അവൾ വേറൊരു ക്യാൻസറിൻ്റെ അടുത്ത അണ്ടാശയ ഫലോപ്പിയൻ ട്യൂബിൽ ക്യാൻസർ വന്ന് വീണ്ടും ക്യാൻസറിന് അടിമയായതോടെ ഈ പുസ്തകം എഴുതുക എന്നുള്ള പ്ലാൻ തന്നെ ഡ്രോപ്പായിപ്പോയി. നമ്മൾ ഉപേക്ഷിച്ച പോലെ ആയിപ്പോയി. അന്ന് പിന്നെയും ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ആ രണ്ടാമത്തെ ക്യാൻസർ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 5-8 മാസം കഴിഞ്ഞൊരിക്കൽ ഏതോ ഒരു പത്രക്കാരൻ ഡെക്കാൻ ക്രോണിക്കൽ എന്ന് പറഞ്ഞൊരു പത്രത്തിൻ്റെ കോട്ടയം ലേഖനം, അത് ആരാന്ന് എനിക്കറിയില്ല, അങ്ങനെ ആരാ. അങ്ങേരെ ഒരു ദിവസം ഇവിടെ വന്ന് കണ്ട് ഈ കഥയൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ എടുത്ത് പിറ്റേ ദിവസം ഈ ഇൻ്റർവ്യൂ പത്രത്തിൽ പബ്ലിഷ് ചെയ്തു തന്നു. അങ്ങനെ അതായത് ഒരു ക്യാൻസർ സർവൈവർ, രണ്ടാമതും ക്യാൻസർ വന്ന ഒരാൾ ഇതിനെപ്പറ്റി എഴുതുന്നു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വരുന്നത്. അങ്ങനെ വന്നപ്പം ഇത് എഴുതുക എന്നുള്ളൊരു ബാധ്യതയായി മാറി. അങ്ങനെ വന്നപ്പം വീണ്ടും ഇതേപോലെ കുറേയേറെ കാര്യങ്ങൾ കുറിച്ച് വെച്ചു.
അങ്ങനെ പോയിട്ടൊരു അത് കഴിഞ്ഞ് 2000 എന്നാൽ നമുക്ക് തിരക്കിട്ട സമയമാണ്. എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കെമിസ്ട്രി HOD ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ്. NCC ചുമതല എന്തൊക്കെ വിട്ടു. പിന്നെ അന്ന് ആ സമയമായപ്പോഴത്തേനും പിള്ളേരുടെ കല്യാണാലോചന ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായി. അങ്ങനെ കുറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് 2016 അവൾക്ക് വീണ്ടും അസുഖം വന്നു. 2017-18 കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൾ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവസാനം ഒരു കാലമായപ്പം ഒരു മരുന്നൊക്കെ എടുത്ത് അല്പം ഫ്രഷായപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ കുറിച്ച് വെച്ചു. അങ്ങനെ കൊണ്ട് അവിടെ അവസാനിച്ചു. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇക്കാര്യം സംസാരിക്കുന്നത് 2019 അവസാനമാണ്, മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ്. അന്നേരം എന്നോട് പറഞ്ഞു, പാപ്പാജി ഇത് ഞാനിരിക്കുമ്പോൾ ഈ പുസ്തകം ഏതായാലും പുറത്തിറങ്ങില്ല, വേണമെങ്കിൽ ബാക്കി എഴുതി ചേർത്തോ, മനുഷ്യരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതരുത്. ഞാൻ ക്യാൻസർ അതിൻ്റെ അകത്ത് പറഞ്ഞൊരു വാദമുണ്ട്, ക്യാൻസർ ഒരു ശാപമാണെന്ന് ഞാൻ കരുതുന്നില്ല, ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്കത് ദൈവാനുഗ്രഹമല്ലേ എന്ന് പറഞ്ഞാണ് അവൾ ആ സംഭവം അവസാനിപ്പിക്കുന്നത്. ആ ഒരു വാചകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അങ്ങനെ ആവാനുണ്ടായ ഒരു പ്രധാന കാരണം. അവസാന ആശുപത്രി വാസങ്ങൾ അവസാനമുള്ള 1-2 മാസങ്ങളാണ് ശരിക്കും അവൾ ഒരു രോഗിയായ നിലയിൽ കിടന്നിരുന്നുള്ളൂ. എല്ലാ ചികിത്സകളും ഏകദേശം തീർന്നിരുന്നു. പിന്നെ നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ മരുന്ന് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവസാനം ആത്തെ 1-2 മാസമായപ്പോഴത്തേനും അവളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ രീതിയിൽ കുറേ വ്യത്യാസം വന്നു. അതായത് അതുവരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുമെങ്കിലും അതിന് ദൈവവിശ്വാസത്തിലുണ്ടായ ആഴപ്പെടൽ കൊണ്ട് അവളത് പറയുമായിരുന്നു. അവൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു പാട്ടാണ്, ഈ സ്വന്തം ബന്ധങ്ങൾ വിട്ട് പോന്നപ്പോൾ ബന്ധം നീറിയോ നിന്ദനം എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അങ്ങനെ സ്വന്തം ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോകാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിൽ എത്തണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് എല്ലാ കാലത്തും അവൾ പറയുക. അവസാനമായപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവൾക്കതിന് സാധിച്ചെന്ന് തന്നെയാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ അവൾ പരാതി പറഞ്ഞിട്ടില്ല. ഇത്രയും സഹനങ്ങളുണ്ടായിട്ടും ഒരു കാര്യത്തെപ്പറ്റിയും പരാതിപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും വേദനയുണ്ടെന്ന് പുറത്ത് കാണിച്ചിട്ടില്ല. ഞാൻ സഹിക്കുകയാണെന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു വിധത്തിലും പെരുമാറിയിട്ടില്ല. അവളെപ്പോഴും പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സഹനം അനുഭവിച്ച് തീർക്കും, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനം ഞാൻ ഇവിടെ തന്നെ തീർക്കും എന്ന് എന്നോട് പറയുമായിരുന്നു. അവസാന മൊമെൻറ്റുകൾ എന്ന് പറയുന്നത് വൈകുന്നേരം രാത്രിയിൽ അവളന്ന് മാത്ലിബായിൽ ആശുപത്രിയിൽ കിടക്കാണ്. എൻ്റെ മോനും മോളും കൂടെ ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ച് എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പം ഇവിടെ ICUലാണ്. തൊമ്മനും എൻ്റെ മറ്റേ രഞ്ജും ലിസും ഉണ്ട്, 2 ഡോക്ടർമാരുണ്ട്. ഞാനത് ICUയിൽ ചെല്ലുമ്പോൾ ഇത് അകലേന്ന് കേൾക്കുന്നത് ഈശോ ഈശോ എന്നുള്ളൊരു വിളി മാത്രമാണ്. ഞാൻ ചെന്ന് അവിടെ നിൽക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സത്യത്തിലൊന്നും മിണ്ടാൻ പോലും പറയാത്തൊരവസ്ഥയായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്നൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എല്ലാം ഡൗൺ ആവുകയാണ്, പ്രഷർ ഡൗൺ ആവുന്നു, പൾസ് ഡൗൺ ആവുന്നു, ഓക്സിജൻ ലെവൽ കുറയുന്നു. ഇനി സപ്പോർട്ട് മരുന്ന് ആക്ട് ചെയ്യണേ പോലും വെന്റിലേറ്റ് ചെയ്യാതെ പറ്റില്ല. എന്നാലും പക്ഷേ ഇവളും വെന്റിലേറ്ററെ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഒരിക്കലും വെന്റിലേഷനിൽ വെച്ച് എന്നെ ജീവൻ തള്ളിക്കൊണ്ട് പോരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ ഞാൻ ശങ്കിച്ചു. ഉടനെ ഞാൻ ലിസിനോട് പറഞ്ഞു, മോളെ നീ മമ്മിയോട് തന്നെ പറ. എന്നാലും മമ്മിയോട് പറഞ്ഞു, എന്നാൽ കുറച്ച് സമയത്തേക്ക് വെന്റിലേറ്റ് ചെയ്യാൻ അവൾ സമ്മതിച്ചു. വെന്റിലേറ്റ് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ പുറത്തോട്ട് പോകണം, നിൽക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അന്നേരം അവൾ പറഞ്ഞത്, എൻ്റെ ആൾ കരയരുത് എന്നാണ്. അത് അവൾ എന്നോട് അവസാനം പറഞ്ഞു. മക്കൾ പറഞ്ഞപ്പോഴും അതൊക്കെ പറഞ്ഞു. മക്കൾ മുത്തും നാമാജനും വെച്ചപ്പോഴും അവൾ അതേ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കൾ കരയരുതെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോന്നു. പിന്നെ ഞാൻ അവളെ ജീവനോടെ കണ്ടിട്ടില്ല.
വൈകുന്നേരം ഇത് വെളുപ്പിന് നേരം വെളുത്ത 5:30 6 മണിയായ സമയത്താണ് വൈകുന്നേരം 6 മണിക്ക് മരിച്ചു. ക്യാൻസർ രോഗം ബ്ലെസ്സിങ് ആയിട്ട് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. ആദ്യം രോഗം വന്നപ്പോഴും എല്ലാ സാധാരണ ആളുകൾക്ക് ഉണ്ടാവാവുന്ന അതേ വികാരങ്ങളും ഭീതിയും ആശങ്കയും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പക്ഷേ അത് കഴിഞ്ഞ് പക്ഷേ ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നാൻ ഒരു അവസരം ഉണ്ടായത് ആദ്യ ക്യാൻസറിൻ്റെ ചികിത്സ കഴിഞ്ഞൊരു 8 വർഷം 9 വർഷത്തോളം അസുഖമില്ലാതെ ഞങ്ങൾ ജീവിച്ചു. ഈ അസുഖമില്ലാതെ ജീവിച്ചപ്പോൾ ഈ ഒരു ക്യാൻസർ രോഗി നേരിട്ട പല പ്രശ്നങ്ങളും ഞങ്ങളെ ഒരു വിധത്തിലല്ലേ വേറൊരു വിധത്തിൽ വ്യത്യസ്തമായ ഒരു ചിന്താ രീതിയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് കാര്യങ്ങൾ. അതായത് ഒരു ക്യാൻസർ ഈ ആദ്യത്തെ ചികിത്സ കഴിഞ്ഞ് അവൾ കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ ഉണ്ടായ ചെറിയ ചില സംഭവങ്ങൾ സാധാരണഗതിയിൽ നമ്മളൊരു വലിയ കാര്യമാണെന്ന് കരുതുന്ന സംഭവങ്ങളല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യം കോളേജിൽ ചെന്നൊരു കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് ആദ്യത്തെ ചികിത്സ കഴിഞ്ഞിട്ട് കോളേജിൽ ചെന്നിട്ട് എന്തോ ആവശ്യത്തിന് ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിൽ ചെന്നപ്പം ഒരു അറ്റൻഡർ പെട്ടെന്ന് ഒരു കസേര എടുത്തിട്ട് ഇവളോട് പറഞ്ഞു, മിസ്സേ ഇരിക്കുക എന്ന് പറഞ്ഞു. അത് കോളേജിലെ ഓഫീസിലിരിക്കലും സാധാരണ അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ അറ്റൻഡർ സത്യത്തിൽ ഈ മിസ്സിന് ക്ഷീണമായിരിക്കും, അല്ല ആരോഗ്യം കുറവായിരിക്കും എന്ന് കരുതിയിട്ടാവും അങ്ങനെ ചെയ്തത്. അല്ലാതെ ആരുടെയെങ്കിലും മുന്നിൽ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടല്ല. തീർച്ചയായിട്ടും സഹായമായിട്ട് തന്നെയാണ് അവർ ആ കസേര എടുത്തിട്ട് കൊടുത്തത്. പക്ഷേ അവൾ എന്തോ യഥാർത്ഥത്തിൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഉള്ളിൻ്റെ ഉള്ളിൽ. ഈ കാര്യം എന്നോട് അന്നാ പിറ്റേ ദിവസം രാത്രിയിൽ ഇങ്ങനെ കിടന്നു. എനിക്ക് ആ കസേര എടുത്തിട്ട് തന്ന സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്? അങ്ങനെ ഒരു ചിന്ത സാവധാനം ഞങ്ങളുടെ ചിന്തയിലേക്ക് വന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം? അങ്ങനെ ഇതിനെപ്പറ്റി ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റി. ഈ ഒരു കുഞ്ഞു കാര്യം നമ്മളെ അസ്വസ്ഥമാക്കിയത് നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസമെന്നോ അഹങ്കാരമെന്നോ പ്രൈഡ്, നമ്മളെപ്പറ്റിയുള്ള നമ്മൾ കരുതിയിരിക്കുന്ന ഒരു ബോധ്യമുണ്ടല്ലോ, ആത്മവിശ്വാസമെന്നോ പ്രൈഡെന്നൊക്കെ പറയാം, അതിനെ ചോദ്യം ചെയ്തതാണ്. അന്നവൾ ലെഫ്റ്റനൻ്റാണ്, NCC ട്രെയിനിങ് ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ പയർ പോലെ നടക്കുന്ന ഒരവസ്ഥയിൽ ഒരു ക്യാൻസർ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കസേര എടുത്തിട്ട് കൊടുത്തപ്പം ഇവിടെ ഒരു വിധത്തിൽ ആരോഗ്യം അല്ലെ ക്ഷീണമുള്ള ഒരാളായിട്ട് കാണുന്നു എന്നുള്ളൊരു തോന്നൽ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രൈഡിനെ ചോദ്യം ചെയ്തതാണ് അതാണ് അതിൻ്റെ കാരണമെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതാണ് ഈ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമായതെന്ന് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. എങ്ങനെയുള്ള ഇതുപോലെയുള്ള പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ആ ജീവിതത്തിൽ. ആ ഒരു 9 വർഷ കാലഘട്ടത്തിൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്നതും സത്യത്തിൽ സാധാരണ ജീവിതത്തിലാണെങ്കിൽ നിസ്സാരമായതുമായ ചില സംഭവങ്ങൾ. ആ സംഭവങ്ങൾ അതിലൊരു സംഭവം ഞാൻ പറയാം. അതൊരിക്കൽ അവൾ വീണ്ടും രാവിലെ കോളേജിലേക്കൊന്നും പോകുമ്പോൾ കാറിലാണ് പോകുന്നത്. ഈ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഈ നിറച്ച് കുട്ടികളെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ചെന്ന് ഈ കുട്ടികളെയൊക്കെ കയറ്റി ബസ് നോക്കിക്കുന്ന കുട്ടികളെ കയറ്റി അങ്ങ് പോയി കഴിഞ്ഞപ്പം ബസ് സ്റ്റോപ്പിൽ നിന്നവരിൽ ഒരാൾ പറഞ്ഞു, ക്യാൻസറാ സൂക്കേട് എന്നിട്ടും അവിടെ ഗമയ്ക്ക് ഒരു കുറവുമില്ല എന്നൊരു വാചകം പറഞ്ഞു. അത് നമ്മുടെ ചെവിയിലെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നേരം ബസ് സ്റ്റോപ്പിൽ ബാക്കി നിന്നവരിൽ നമ്മളോട് ബന്ധം ഉണ്ടായിരുന്നുള്ളവരാണ്, അവരാണത് പറയുന്നത്. ഈ സംഭവം ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പം എന്നോടൊന്ന് വന്നു പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അന്നേരം ഫീൽ ചെയ്ത് അവളോട് അതുകൂട്ടി 2 തിരിച്ച് പറയണമെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇറിറ്റേറ്റഡ് ആയത്? 2 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെപ്പറ്റി ഞങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. 2, എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മളെ ഇറിറ്റേറ്റഡ് ആക്കിയത്? ആ 2 വിധത്തിൽ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞതെന്നുള്ളതിന് നമുക്ക് തോന്നിയത്, ഒന്നുകിൽ അവർക്ക് ഈ ക്യാൻസർ വരുന്നവർക്ക് ഇങ്ങനെ ഗമയൊന്നും പാടില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവും, അതുകൊണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുടെ ഗമ ഇച്ചിരി കുറയണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാവും. ഇങ്ങനെ അതിലേതായാലും നമ്മളെ സംബന്ധിച്ചുള്ള അവരുടെ മനസ്സ് നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ സംഭവം ഉണ്ടായത്. ആ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ്
അന്ന് അതുകൊണ്ടൊരു ഗുണം കിട്ടി. എന്താണെന്നറിയോ, ഇവർക്ക് മറ്റുള്ളവർ നമ്മളെ വിധിക്കുന്നതിന് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് ആണല്ലോ അവർ വിധിക്കുക. അവൾ പിന്നെ ചിന്തിച്ചൊരു സംഭവം വെച്ചാൽ മറ്റുള്ളവർക്ക് എന്നെപ്പറ്റി എനിക്ക് ജാടയുണ്ടോ ഗമയുണ്ടോ എന്നൊക്കെ തോന്നാവുന്ന വിധത്തിൽ നമ്മൾ പെരുമാറുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത തിരിച്ച് ചിന്തിക്കാനിടയായി. ഇങ്ങനെയുള്ള സംഭവമുണ്ട്. അതുപോലെയുള്ള വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ കോളേജിലൊക്കെ ഉണ്ടായ ഓരോ സംഭവങ്ങൾ, ചില സംഭവങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ടെങ്കിലും അപൂർവ സംഭവങ്ങളെ പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലുള്ള പലപ്പോഴും സംഭവം നമ്മളുടെ ഉള്ളിലുള്ള എന്നാ പറയുന്ന അഹങ്കാരം അല്ല ആത്മാഭിമാനം മുറിപ്പെടുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ആകുമ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ പലതവണ പല സംഭവങ്ങൾ ആവർത്തിച്ചപ്പം ഒരു കൺക്ലൂഷനിലെത്തി. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരിലല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ ഉള്ള കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ചിന്തയിലാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. അത് എത്താൻ സാധിച്ചപ്പം നമ്മളെ തന്നെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു രീതിയിൽ നോക്കിക്കാണാനുള്ള ഇടയുണ്ടായി. അങ്ങനെ നമുക്ക് മനസ്സിലായി നമ്മൾ ശരിയെന്ന് ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന നമ്മുടെ ബോധ്യങ്ങളിൽ പലതും ശരിയല്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നിഗമനത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം. ഇതിനെല്ലാം കാരണമായത് സത്യത്തിൽ നേരിട്ട് ക്യാൻസറല്ല, ക്യാൻസർ കഴിഞ്ഞ് ഒരു ക്യാൻസർ അതിജീവിത എന്ന നിലയിൽ സമൂഹത്തിൽ ജീവിച്ചപ്പം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ആ പെരുമാറ്റം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയോ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുകയോ നമ്മളെ മോശമാക്കുകയോ കൊച്ചാക്കി പറയുകയോ ഒക്കെ ചെയ്തപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോഴും പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായൊരു പ്രതികരണ രീതിയാണ്. അതായത് അവളോടൊക്കെ രണ്ടെണ്ണം പറയണമെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മളത് പറയാതെ എന്തുകൊണ്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആയി എന്നുള്ള വിധത്തിലും എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നുള്ള വിധത്തിലും നമ്മളത് ഒരു വിധത്തിലൊരു വിശകലനം ചെയ്യപ്പെട്ടപ്പോഴാണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അവസാനം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടായി. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത കാര്യം അതാണ് എന്ന് ഞാൻ കരുതുന്നു. പതിനഞ്ച് വർഷത്തെ ഒരു ക്യാൻസർ പോരാട്ടത്തിൻ്റെ അവസാനം അത്രയും കഥകളുണ്ട്. ഞാനിതെല്ലാം കൂടി എഴുതി വെച്ചപ്പോഴത്തേക്കും ഒത്തിരി നീളമുണ്ടായിരുന്നു. 15 വർഷത്തെ കഥ. അത് ഞാനങ്ങനെ എത്രയായിട്ട് ആലോചിച്ചപ്പോൾ അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് നാൾ വഴിയായിട്ട് എഴുതാൻ പറ്റത്തില്ല. മാത്രമല്ല എന്നാൽ അങ്ങനെ എഴുതുന്നതിൽ വേറൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ക്യാൻസർ വന്നപ്പോൾ ഉണ്ടായ ആശങ്കകൾ രണ്ടാമത് വന്നപ്പോഴും മൂന്നാമത് വന്നപ്പോഴും അവസാനം വന്നപ്പോഴും ഒക്കെ ഉണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത് വീണ്ടും വരും. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും വീണ്ടും വരും. അങ്ങനെ ഇത് ഒത്തിരി റിപ്പീറ്റേഷൻ ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്കത് ആ നിലയ്ക്കൊരു പുസ്തകമാക്കാൻ മേലാതെ വന്നതുകൊണ്ട് ഏതാണ്ട് ഒരു ആശയത്തുടർച്ചയുടെ വിധത്തിൽ വേറെ എഡിറ്റ് ചെയ്ത് 3-4 ചാപ്റ്ററുകൾ ആക്കേണ്ടി വന്നതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവളുടെ ഒരു കുറിപ്പ് കഴിഞ്ഞത്, അവൾ മരിക്കുന്നതിനൊരു 2018-19 കണ്ടാണ് അവൾ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇടണമായിരുന്നു. അത് എൻ്റെ മക്കളുടെയും നറേഷനിൽ നിന്നാണ് അത് എഴുതിയിട്ടുള്ളത്. അത് എൻ്റെത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമുക്കിത് ഇവളുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമായിരുന്നു ഈ എഴുതി വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാര്യം ഓർക്കുമ്പോഴും എനിക്ക് വിഷമമായിരുന്നു. ഏതായാലും ഞാനത് ഏകദേശം എഴുതി തീർത്തിട്ടും മക്കളുടെ ഭാഗത്തു നിന്നുള്ളത് കിട്ടാൻ വീണ്ടും താമസിക്കും. കാരണം അവർക്കത് ഓർക്കുന്നതിന് സങ്കടം ഉള്ളൊരു കാര്യമാണ്. ഏതായാലും അതെല്ലാം കിട്ടി തീർന്നു കഴിഞ്ഞപ്പോഴാണ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നത്. അത് കഴിഞ്ഞുള്ള കുറച്ച് എൻ്റെ ഒരു സർവൈവലായിട്ടുള്ള ഒരു ബിറേവ്മെൻറ്റ് പാർട്ട് കുറച്ചുകൂടെ ചേർക്കണം എന്ന് തോന്നുന്നു. അതങ്ങനെയൊക്കെ എഴുതി. അതായത് 2022 ആയപ്പത്തിന് ഏകദേശം അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് വന്നപ്പം എന്നെ ഇത് ഒരു ഫിനിഷ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ വൈഫ് മരിച്ച് 2-2.5 വർഷമായ സമയത്ത് സാധാരണ അങ്ങനെ ആളുടെ വൈഫ് മരിച്ച് 2.5 വർഷമാകുമ്പോൾ മിക്കവാറും പല ആളുകളും കല്യാണം കഴിയും. ഞാൻ അവരെ കുറ്റം പറയല്ല, അവരങ്ങനെ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് റിക്കവർ ചെയ്യും. പക്ഷേ ഞാനൊട്ടും റിക്കവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, എനിക്ക് ആ ഗ്രീഫ് അങ്ങനെ പൂർണ്ണമായിട്ടും ആ ദുഃഖം വിട്ടുമാറുന്നില്ല. എന്നാലും എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ആ ദുഃഖം വിട്ടുമാറുന്നില്ല? എനിക്കിതിനൊരു ആൻസറില്ല, ഉത്തരവില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഉത്തരവില്ലാതെ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തോളം ആ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് താമസിച്ചത്.
സഹനമെന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ കത്തോലിക്ക വിശ്വാസത്തിൽ എപ്പോഴും ഒരു എന്താ പറയുക, അർത്ഥത്തിലൊരു പോസിറ്റീവായിട്ടാണ്. സഹനം ഒഴിവാക്കി തരാമെന്നൊരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ബൈബിളിൽ. സഹനം സഹിക്കുന്നവരെ സഹായിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സഹനം ഏറ്റെടുക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതവൾ തീർച്ചയായിട്ടും ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അവൾ തന്നെ സഹിച്ചു തീർത്തു. അതിന് ഒരിക്കലും പരാതി പറഞ്ഞില്ല. അത് അവളുടെ ഒരു വിശ്വാസത്തിൽ കുറച്ചുകൂടി ആഴപ്പെട്ടത് കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെ എനിക്കും കുറേ പകർന്നു കിട്ടി. കാരണം ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ടിപ്പോൾ എൻ്റെ ആൾ മരിച്ചു പോയത് കൊണ്ട് ഭൗതികമായിട്ടതൊരു സന്തോഷകരമായ സംഭവമൊന്നുമല്ല. ഒരിക്കലും അതൊരു ബ്ലെസ്സിങ് ആണെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ബ്ലെസ്സിങ് ആണ് എന്ന് നമ്മുടെ ഒരു ധാരണയുണ്ട്. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അപ്പോഴും അത് സന്തോഷകരമോ സുഖകരമോ ആയിരിക്കണമെന്നൊരു ഒരു ഒരു എന്നാ പറയുന്നത്, ഉപാധിയുടെ വെളിച്ചത്തിലാണ് ബ്ലെസ്സിങ് എങ്ങനെ ഒരാളുടെ മരണം ബ്ലെസ്സിങ് ആകും എന്ന് സംശയിക്കുന്നത്. ബ്ലെസ്സിങ് എപ്പോഴും ഇപ്പം സന്തോഷകരമായിരിക്കണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വഴിക്ക് കാറിടിച്ച് നമുക്ക് പരിക്ക് പറ്റി വണ്ടി പോകാൻ പറ്റില്ല. അത് അന്നേരം നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് തോന്നില്ല. ഇനി ആ പോകേണ്ടിയിരുന്ന വിമാനം ക്രാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് വരും, വണ്ടി ഇടിച്ചത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും യാഥാർത്ഥ്യവും എന്ന് പറയുന്നത് മരിക്കുക, ദൈവസന്നിധിയിൽ പോവുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏത് സംഭവങ്ങളും ദൈവത്തിലേക്ക്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ പോകുന്നതാണെങ്കിൽ അത് ബ്ലെസ്സിങ് ആണ്. ആ ഒരർത്ഥത്തിൽ ഇത് ബ്ലെസ്സിങ് ആണ് എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ച വിദ്യാസമ്പന്നയായ സ്ത്രീയാണവർ. ഈശ്വരവിശ്വാസത്തെയും മതാനുഷ്ഠാനങ്ങളെയും തള്ളിപ്പറയുന്ന സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്കിടയിലും ആ വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ഡോക്ടർ ലൂസി. ദൈവമില്ലെന്ന് ശാസ്ത്രം തെളിയിച്ചെന്ന് കരുതുന്ന മിത്രങ്ങൾക്കുള്ള ശാസ്ത്രീയ മറുപടി ഈ പുസ്തകത്തിലുണ്ട്. ഭൗതിക ശാസ്ത്രവും ജീവശാസ്ത്രവും ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് സർവേശ്വരനിലേക്ക് ഡോക്ടർ ലൂസി വഴി തുറന്നു. രോഗപീഠകളും ദുരിതങ്ങളും ജീവിതത്തെ ദുസ്സഹമാക്കുമ്പോഴും വിശ്വാസദീപം കെടാതെ ആത്മവിശ്വാസം ഉലയാതെ നിലനിർത്താൻ കരുത്തു പകരുന്നതാണ് ഈ കുറിപ്പുകൾ. 3 പതിറ്റാണ്ട് നീളുന്ന ദാമ്പത്യത്തിലെ അവാച്യമായ സ്നേഹബന്ധത്തിൻ്റെ കണ്ണുകളെ നനയ്ക്കുന്ന കഥയും ഈ പുസ്തകം പറയുന്നുണ്ട്.